തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തും. ഇതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്ന പ്രഖ്യാപനം. 30 ദിവസം പിന്നിടുന്നു. നാളെ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം തിരുവനന്തപുരം നഗരസഭയുടെ നഗരപിതാവ് വി രാജേഷ് ചേരുകയാണ്. പറഞ്ഞ വാക്ക് ആദ്യം തന്നെ പാലിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം, അത് പാലിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും 5 വർഷവും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും അത് പാലിക്കപ്പെടുന്നതും. അതായത് ഞങ്ങൾ നല്ല പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്വത്തോടെ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തിന് ഒരു മാറ്റം, ഒരു എടുത്തു പറയാൻ പോകുന്ന ഒരു തരത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഏതൊക്കെ പദ്ധതികളായിരിക്കും അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക? അല്ല, കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രത്യയശാസ്ത്രം ജീവവായുവായി സ്വീകരിച്ചിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. ഞങ്ങൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഏകാത്മ മാനവ ദർശനം എന്നൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം. ഞങ്ങളുടെ ജീവവായുവും ഞങ്ങളുടെ ജീവിതവും തന്നെ ആ ആശയത്തിന് അനുഗുണമായിട്ടാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് ഇതിലുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ആദ്യത്തെ 45 വർഷത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞു. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം എങ്ങനെയെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണശൈലിയാണ് ആ ആശയത്തിൽ അടിസ്ഥാനമായി. അപ്പോൾ ആ ഒരു ചേഞ്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിലും ഫീൽ ചെയ്യും. പ്രധാനമന്ത്രി വികസന രേഖ അവതരിപ്പിക്കുമെന്നൊക്കെ ഉള്ളത് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഞങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിയ വിവരം, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ വിവരം, തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഞങ്ങൾക്കുടെ എക്സ്പീരിയൻസ്, അതൊക്കെ വച്ചിട്ട് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം ഉണ്ട്, അപ്പം തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു വികസനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ സഹായം ആവശ്യമാണ്. നഗരസഭയ്ക്ക് ഒരു പരിമിതിയുണ്ട് എങ്കിൽ പോലും, പക്ഷെ അതൊക്കെ നമുക്ക് പ്രധാനമന്ത്രിയോട് നമുക്ക് നേരിട്ട് തന്നെ ആവശ്യപ്പെടാമല്ലോ, അത്തരം മേഖലകളിലുള്ള വികസന കാര്യങ്ങൾ. അല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലോടും സഹായത്തോടും കൂടി തന്നെയാണ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. ഇനി കൂടുതലായി ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും, 2ാം ഘട്ട സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും, അതോടൊപ്പം തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുമ്പാകെ ആവശ്യപ്പെടാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുമോ? അതൊക്കെ PMOയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയൊക്കെ തന്നെ തീരുമാനിച്ച് പറയേണ്ട കാര്യങ്ങൾ. അക്കാര്യങ്ങളൊന്നും പറയാനുള്ള ആധികാരികത എനിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അഹമ്മദാബാദിൽ ഇത്തരത്തിൽ കോർപ്പറേഷനിൽ ബി.ജെ.പി. വിജയം നേടുന്നു. പിന്നീട് ഒരു 8 വർഷത്തിന് ശേഷം കോൺഗ്രസിനെ പിന്നീട് ഒരു ഭരണം അവർക്ക് പിന്നെ അവിടെ സാധ്യമായിട്ടില്ല. അത്തരമൊരു മാറ്റം തിരുവനന്തപുരം തുറക്കിടുവാണോ? ഈ കാര്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് ശേഷം ആദ്യം പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാധ്യതകൾ മനസ്സിൽ കണ്ടായിട്ടുമായിരിക്കുമല്ലോ ഞങ്ങളെക്കാലൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഭരണകർത്താവ്, ഒരു രാഷ്ട്രീയ നേതാവ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടെ കാണുന്നുണ്ടായിരിക്കാം. അതിനെ പ്രവൃത്തി പദത്തിൽ, ഈ നാട്ടിൽ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനുള്ള ആൾക്കാരാണ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ആത്മവിശ്വാസം ഞങ്ങൾ കൂടുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസന രേഖ ഈ ചടങ്ങിൽ അവതരിപ്പിക്കും. മാത്രമല്ല, അത് ഇനി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രചരണ പരിപാടിക്ക് കൂടി പ്രധാനമന്ത്രി കൂടി തുടക്കമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ജ്യോതിഷ് JB ന്യൂസ് മലയാളം.